ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ സത്യം പറഞ്ഞാൽ 30ാമത്തെ ദിവസമാണ് കേട്ടോ. പക്ഷെ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആവണമെങ്കിൽ നമ്മുടെ ജൂൺ 25 ആകുമ്പോഴേ നമ്മുടെ ഒരു മാസം ആവുള്ളൂ. മെയ് 25-നാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതല്ല, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതും അതുപോലെ അവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സാക്ട്ലി 30ാമത്തെ ദിവസമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെയർ കെയറിൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ചാനലിൽ പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോസ് ഇടാത്ത ദിവസം ഞാൻ ഹെയറിൽ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യും, അതുപോലെ പെപ്പർമിൻറ്റ് ഓയിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു. റോസ്മേരി വാട്ടർ ഹെയറിൽ രാവിലെയും രാത്രിയും, അതായത് രാവിലെ എണീറ്റിയാലോട്ടനെ ഹെയറിൽ റോസ്മേരി വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് രാവിലെ കുളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ, രാത്രി അതുപോലെ കിടക്കുന്നതിന് മുമ്പേയും റോസ്മേരി വാട്ടർ ഞാൻ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കാറുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതായിരുന്നു ഇത്രയും നാൾ ഞാൻ ഹെയർ കെയർ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ്. ഓൾറെഡി ഞാൻ വീഡിയോസിൽ പറഞ്ഞാണ്, പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 30ാമത്തെ ദിവസമായ ഇന്ന് ഒരു അടിപൊളി ഹെയർ പാക്കാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് ഒരു ഹെയർ പാക്കിൽ ഹെയർ പാക്ക് എന്ന് നമുക്ക് പറയാൻ അങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു പാക്കല്ല കേട്ടോ. നമ്മുടെ നാച്ചുറൽ ഹെയർ ഷാമ്പു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്. ഷാമ്പു ഒക്കെ ഞാൻ കാണിച്ചിരുന്നു, ഹെർബൽ ഷാമ്പു ആയിരുന്നു, കേശ്നികാറിൻ്റെ. പക്ഷേ ഇനി മുതൽ ഞാൻ ഈ ഒരു ഷാമ്പു ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഹെർബൽ ഷാമ്പു ഞാൻ യൂസ് ചെയ്യും. സോ ഇനിയുള്ള ചലഞ്ചിൻ്റെ നമ്മുടെ ദിവസങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇനി നാളെ തൊട്ട് ഞാൻ വേറൊരു വെറൈറ്റി ചലഞ്ച്, വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ചലഞ്ച് കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ ഹെയറിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ ഒരു 1 month ചലഞ്ചാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു 1 year കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ ഒരു 1 yearൽ ഇങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ചലഞ്ചസ് ചെയ്യാം, എന്നിട്ട് റിസൾട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, അവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ കേട്ടോ. പിന്നെ അപ്പം വേറൊരു കാര്യം കൂടി, നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂ മെമ്പേഴ്സിന് ഒരുപാട് സന്തോഷമുണ്ട് ജോയിൻ ആയതിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വെൽക്കം. ഓക്കെ, അപ്പം നമ്മുടെ ഹെയർ പാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഞാൻ ലാസ്റ്റിൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോകും ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ പാക്കിൽ നമ്മൾ കറ്റാർ വാഴ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറ്റാർ വാഴയുടെ ഒരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കറ്റാർ വാഴയും നമുക്ക് ഈ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ ഈ കറ്റാർ വാഴ എല്ലാം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനോ ഫേസിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ കഴിക്കാനോ ഒന്നും പറ്റുന്നതല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചില കറ്റാർ വാഴകൾ പോയിസണസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏത് കറ്റാർ വാഴ യൂസ് ചെയ്താലും ജസ്റ്റ് നിങ്ങളുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലും അതുപോലെ തന്നെ മുടിയിലൊക്കെയാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ പിന്നെ എൻ്റെ മുഖത്ത് ഫേസിലൊന്നും ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഗൈസ്. ഇന്ന് എൻ്റെ ഫേസിന് എന്തെങ്കിലും ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും, എനിക്ക് പേഴ്സണലി ഒരു ഗ്ലോ ഫീൽ ചെയ്തു. അതിൻ്റെ റീസൺ നമ്മുടെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഫേസ് പാക്കാണ് അതിൻ്റെ റീസൺ. എന്തെങ്കിലും ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. കാര്യം എനിക്കിവിടെ മുഖക്കുരുവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒരു യൂസിൽ തന്നെ ആ ഒരു മുഖക്കുരു നന്നായിട്ടൊന്ന് താഴ്ന്നിട്ടുണ്ട്, മീൻസ് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല, ഒന്ന് താഴ്ന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടും ആ ഒരു സ്കിൻ കെയറും ഒരു 1 month ചലഞ്ചായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പാക്കല്ല, അത് ഞാൻ ചലഞ്ച് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ചലഞ്ചും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഷാമ്പു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. ആദ്യം നമ്മുടെ കൊച്ചുള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില, അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ വേപ്പില, പിന്നെ നമ്മുടെ കറ്റാർ വാഴ. ഇത്രയാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ കറ്റാർ വാഴ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു മഞ്ഞക്കറ കാണും. അപ്പോൾ ആ മഞ്ഞക്കറ നമുക്ക് നല്ലതല്ല. സോ കുറച്ച് നേരം ഈ കറ്റാർ വാഴ മുറിച്ചതിന് ശേഷം ഈ കറയൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ.
ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയും നമ്മുടെ ഇഞ്ചിയും ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും വേപ്പിലയും വറ്റാർവാഴയും അങ്ങനെ എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേയില വെള്ളമാണ് കേട്ടോ. തേയില വെള്ളത്തിലേക്ക് നമ്മുടെ ഉലുവ ഇടാം. ഒരു പിടി ഉലുവ വെള്ളം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. അങ്ങനെ വെട്ടിത്തിളച്ചിട്ട് നമ്മളതൊന്ന് ആറാൻ വെക്കണം. ആ ഒരു ടൈമിൽ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ജാർ എടുത്തിട്ട് നമ്മുടെ അരച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ജാറിലേക്ക് ഇടണം കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ഹെയർ കെയർ ഷാമ്പു ആണിത്. മുടി നന്നായിട്ട് വളർത്തുകയും ചെയ്യും, മുടി നല്ല ഹെൽത്തി കണ്ടീഷനിൽ കീപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഈ ഒരു ഷാമ്പു ആരും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൽ ഈ ഒരു ഷാമ്പു നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലെടുത്തിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഹെയർ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അതാണ് അപ്ലൈ ചെയ്ത വീഡിയോ എടുക്കാൻ. ഇത് രാത്രിയായി, സോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഓൾറെഡി ക്ലാരിറ്റി കുറവാണ്. അതിൻ്റെ കൂടെ ഇന്ന് വീഡിയോ എടുത്താൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. നൈറ്റായി പോയി. കാര്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കണം, ഇന്ന് ഹെയർ കെയറിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ രാത്രിയായിട്ട് ഞാൻ അത്ര ഇതായിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കി എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തത്. ഈ രാത്രി എനിക്ക് പനി പിടിക്കുമെന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ചെയ്തു ഗൈസ്. കാര്യം നമ്മുടെ ഹെയർ കെയറിനെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം വെച്ചാൽ എന്തായാലും നിങ്ങൾ ചെയ്യുക. ഇനി ഒരു മടിയും കൂടാതെ ഇനി മുമ്പോട്ടുള്ള ഹെയർ കെയർ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഈ ഒരു 1 മന്തിൽ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വലിയ കാര്യങ്ങളൊന്നും ഈ ഒരു മന്ത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽ കേസ് അത് ഇത് അങ്ങനെ കുറച്ച് ബിസി ലൈഫായിരുന്നു. ഈ ഒരു 1 മന്ത് എനിക്ക് നിന്ന് തിരിയാൻ പറ്റാത്തൊരു ടൈം ആയിരുന്നു ഈ ഒരു 1 മന്ത്. സോ എനിക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് ഹെയർ കെയർ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ നല്ല രീതിക്ക് തന്നെ ഹെയർ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ റോസ്മേരി വാട്ടർ ആയിരുന്നു മെയിൻ താരം. അപ്പോൾ അതിൻ്റെ ഈ ഒരു 1 മന്ത് എൻ്റെ ഹെയർ ജേർണി എങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ കമ്മിങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ 1 മന്ത് ആകുന്ന ആ ഒരു ഡേ കൊണ്ട് എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് നോക്കുമ്പം മേ ബി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും. ചിലപ്പം ഭയങ്കര ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ഫോട്ടോയിലെ കാര്യങ്ങളിൽ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലെന്ത് വൈസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാട്ടെ, അല്ലെങ്കിൽ ഞാൻ അതുകൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകും ഗൈസ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ ഒക്കെ ചോദിക്കാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി ഇൻസ്റ്റഗ്രാമിൽ സെർച്ചും ചെയ്യാം. രേവതി പ്രദീപ് കുമാർ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ഇൻസ്റ്റ ID ഷെയർ ആക്കുമോ എന്ന്. അപ്പം നമ്മുടെ യൂട്യൂബിൽ ആ ഒരു പ്രൊഫൈലിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പോയി അവിടെ പോയി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല, എങ്ങനെയാലും എനിക്ക് ഓക്കെയാണ്. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഗൈസ്. ബൈ, ലവ് യു ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കും.